ഹായ്, കഴിഞ്ഞ ആഴ്ചയാണ് SSC ഫേസ് 9 നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് അത് അപ്ലൈ ചെയ്യുന്ന അവസാന തീയതി പോലും കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ ഇത് SBIയുടെ നോട്ടിഫിക്കേഷൻ വന്ന് കൂടെ IBPS ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ SBI നോട്ടിഫിക്കേഷനെ കുറിച്ച് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം എവരിവൺ, മൈ നെയിം ഇസ് ദിനേഷ്, യു ആർ വാച്ചിങ് ബിൽഡ് യുവർ കരിയർ. അപ്പോൾ ഈ വന്ന നോട്ടിഫിക്കേഷൻ SBI POയുടെ നോട്ടിഫിക്കേഷൻ, അതായത് പ്രൊബേഷണറി ഓഫീസർ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഡേറ്റ് നോക്കാം. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നത് 5-ാം തീയതി, അതായത് ഒക്ടോബർ മാസം 5-ാം തീയതി. അവസാന തീയതി അപ്ലൈ ചെയ്യുന്നത് ഒക്ടോബർ മാസം 25-ാം തീയതിയാണ്. പിന്നെ ഇതിൻ്റെ പ്രിലിംസ് എക്സാം ഒരു നവംബർ ഡിസംബർ ആയിരിക്കും എക്സാം നടത്തുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻസ് എക്സാം ഒരു ലാസ്റ്റ് വീക്ക് ആയിരിക്കും ഡിസംബറിൽ. പിന്നെ ഇതിൻ്റെ ഇൻ്റർവ്യൂ ആയിക്കോട്ടെ ഒരു 3rd വീക്കോ അല്ലെങ്കിൽ 2nd വീക്ക് ആയിരിക്കും ഫെബ്രുവരി. പിന്നെ അവസാനത്തെ റിസൾട്ട് വരുന്ന ഒരു ഫെബ്രുവരി മാർച്ച്, ഇത് ഏതെങ്കിലും ഒരു മാസത്തിലായിരിക്കും. അപ്പോൾ കറക്റ്റ് ഡേറ്റ് നമുക്ക് അടുത്തായിട്ട് തന്നെ SBIയുടെ സൈറ്റിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഇതിൻ്റെ വേക്കൻസി വരുന്നത്, അതായത് ടോട്ടലായിട്ട് 2056 വേക്കൻസി ഉള്ളത്. SC കാറ്റഗറിക്ക് 300, ST കാറ്റഗറിക്ക് 250, OBC 540, EWS 200, ജനറൽ 810. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, അതായത് EWS എക്കണോമിക് വീക്കർ സെക്ഷൻ, മുന്നോക്ക സമുദായത്തിലെ പിന്നോക്ക വിഭാഗക്കാർക്ക്, അതായത് ജനറൽ കാറ്റഗറി ഇൻകം ഒക്കെ അത്യാവശ്യം കുറവുള്ള കാറ്റഗറിക്ക് ഒരു പ്രത്യേക റിസർവേഷൻ ഉണ്ട് EWS എന്ന്. ഈ ഒരു സംഭവം കഴിഞ്ഞ വർഷം കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അപ്പോൾ അതിൻ്റെ റിപ്ലൈ തന്നേക്കാം. ഓക്കെ, പിന്നെ വരുന്ന ഏജ് ലിമിറ്റ് ആണ്. അപ്പോൾ 21 വയസ്സ് മുതൽ 30 വയസ്സുള്ള ഏതൊരാൾക്കും അയാൾക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ SBI POയുടെ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നത് 1/4/2000-നും 2/4/1991 ഇടയ്ക്കായിരിക്കും ജനിക്കുന്നത്. പിന്നെ ചില കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിന് 5 വർഷം, അതായത് അപ്രൈജ് ആണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 30 അപ്രൈജ് ലിമിറ്റ്. അപ്പോൾ 30+5 ആയിരിക്കും വരുന്നത്. പിന്നെ OBC ആണെങ്കിൽ 30+3, PWD SC ST 15, PWD OBC 13, PWD ജനറൽ ഓർ EWS 10. ഓക്കെ, പിന്നെ വരുന്ന നമ്പർ ഓഫ് ചാൻസ് ആണ്. ജനറൽ കാറ്റഗറിക്ക് 4 ചാൻസ് ആണുള്ളത്. അപ്പോൾ പ്രിലിംസ് എക്സാമിൻ്റെ അല്ല, മെയിൻസ് എക്സാമിൻ്റെ കാര്യമാണ്. അതായത് പ്രിലിംസ് പാസ്സായി 4 പ്രാവശ്യം മെയിൻസ് എഴുതാൻ പറ്റും. ഏത് കാറ്റഗറി? ജനറൽ കാറ്റഗറി. പിന്നെ OBC, EWS, OBC, PWD കാറ്റഗറി, ഇവർക്ക് 7 ചാൻസ് ഉണ്ട്. SC ST അങ്ങനെ ഇന്നത്ര ചാൻസ് ഇല്ല, അവർക്ക് എത്ര വേണമെങ്കിലും എഴുതാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സിലബസ് നോക്കാം. അപ്പോൾ പ്രിലിംസ് എക്സാമിൻ്റെ സിലബസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻ 30 മാർക്കിന്, ആപ്റ്റിറ്റ്യൂഡ് 35 ക്വസ്റ്റ്യൻ 35 മാർക്കിന്, റീസണിങ് 35 ക്വസ്റ്റ്യൻ 30 മാർക്കിന്. അപ്പോൾ ടോട്ടൽ 100 മാർക്കിൻ്റെ 100 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ടൈമാണ്. അതായത് ഇംഗ്ലീഷിന് 20 മിനിറ്റ് കിട്ടും, ആപ്റ്റിറ്റ്യൂഡിന് 20 മിനിറ്റ്, റീസണിങ്ങിന് 20 മിനിറ്റ്. അപ്പോൾ ഇംഗ്ലീഷിന് ആകെ നിങ്ങൾക്ക് 20 മിനിറ്റ് കിട്ടും, 30 ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷിന് ആ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ അടുത്ത് തന്നെ ആപ്റ്റിറ്റ്യൂഡ് വരും, അതും 20 മിനിറ്റ് ആയിരിക്കും, 35 ക്വസ്റ്റ്യൻ. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞ് 20 മിനിറ്റ് കിട്ടും ഏതിന്? റീസണിങ്ങിന് 35 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ മെയിൻസ് എക്സാം. അപ്പോൾ മെയിൻസ് എക്സാമിന് റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 45 ക്വസ്റ്റ്യൻ 60 മാർക്കിനായിരിക്കും, 60 മിനിറ്റ് ആയിരിക്കും ടൈം. ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ 35 ക്വസ്റ്റ്യൻ 60 മാർക്കിനായിരിക്കും, 45 മിനിറ്റ് ആയിരിക്കും സമയം. പിന്നെ വരുന്നത് ജനറൽ എക്കോണമി ബാങ്കിങ് അവയർനെസ് 40 ക്വസ്റ്റ്യൻ 40 മാർക്കിന്, 35 മിനിറ്റ് ആയിരിക്കും ടൈം. പിന്നെ ലാസ്റ്റ് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് 35 ക്വസ്റ്റ്യൻ 40 മാർക്കിനായിരിക്കും, 40 മിനിറ്റ് ആയിരിക്കും സമയം. അപ്പോൾ ടോട്ടൽ 3 മണിക്കൂറാണ്. പിന്നെ ഏറ്റവും വരുന്ന ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും. അപ്പോൾ 30 മിനിറ്റിലായിരിക്കും 2 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം, 50 മാർക്കിലായിരിക്കും ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ സിലബസിനെ കുറിച്ച്. പിന്നെ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യും? അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് SBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ SBIയുടെ PO നോട്ടിഫിക്കേഷൻ്റെ ആ ഒരു ലിങ്ക് കാണും, അതിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ അപ്ലൈ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് 4 കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ഫോട്ടോ, പിന്നെ സിഗ്നേച്ചർ, പിന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, പിന്നെ ലാസ്റ്റ് വരുന്ന ഡിക്ലറേഷൻ്റെ ഫോം. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈസും കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഫോട്ടോയുടെ കാര്യം. അപ്പോൾ ഫോട്ടോയുടെ ലെങ്ത് 4.5 സെൻറ്റിമീറ്ററും 3.5 സെൻറ്റിമീറ്റർ വിഡ്ത്തും ആയിരിക്കും വരേണ്ടത്. പിന്നെ പാസ്പോർട്ട് സ്റ്റൈലും കളർ ഫോട്ടോഗ്രാഫ് ആയിരിക്കും വേണ്ടത്. പിന്നെ ഡയമെൻഷൻ 200 to 230 പിക്സലാണ് വേണ്ടത്. ഫോട്ടോയുടെ സൈസ് 20 KB to 50 KB ആയിരിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ ഫോട്ടോയുടെ ഡയമെൻഷനും കാര്യങ്ങളും. ഇപ്പോൾ നിങ്ങൾ സ്പെക്സ് വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കുകയെങ്കിൽ ഒരിക്കലും സ്പെക്സിൽ ക്യാമറയുടെ റിഫ്ലക്ഷൻ വരാതിരിക്കാൻ നോക്കണം. പിന്നെ നിങ്ങൾ എടുത്ത ഈ ഒരു ഫോട്ടോയുടെ 8 കോപ്പി നിങ്ങളുടെ കയ്യിൽ വേണം, കാര്യം നമുക്ക് ബാക്കിയുള്ള സെലക്ഷൻ പ്രോസസ്സിന് ഇത് ആവശ്യമായിട്ട് വരും. പിന്നെ വരുന്ന സിഗ്നേച്ചറിന്റെ ഡയമെൻഷൻ വരുന്നത് 140 into 60 പിക്സലാണ്. പിന്നെ ഫയൽ സൈസ് വരുന്നത് 10 KB to 20 KB. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഒരിക്കലും സിഗ്നേച്ചർ ഇടരുത്. നെക്സ്റ്റ് ലെഫ്റ്റ് ആൻഡ് തമ്പ് ഇംപ്രഷൻ. അപ്പോൾ തമ്പ് ഇംപ്രഷൻ നിങ്ങൾക്ക് ബ്ലൂയിലോ ബ്ലാക്കിലോ ഒരു പേപ്പറിൽ ഇടണം. എന്നിട്ട് അതിൻ്റെ ഫയൽ
ഫയൽ സൈസ് JPG ഓർ JPEG സൈസ് ആയിരിക്കും വരുന്നത്. പിന്നെ ഡയമെൻഷൻ വരുന്നത് 240x240 പിക്സൽസ് ഇൻ 200 dpi, അതായത് 3 cm x 3 cm വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഫയൽ സൈസ് 20 KB to 50 KB. ലാസ്റ്റ് വരുന്നത് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. അപ്പോൾ ഡിക്ലറേഷൻ എന്താണ് എന്ന സംഭവം ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ സ്വന്തം കൈയക്ഷരത്തിൽ ഇത് എഴുതുക. അപ്പോൾ നിങ്ങൾ എഴുതാനിടത്ത് ശ്രദ്ധിക്കേണ്ടത് ബ്ലാക്ക് പേന വെച്ച് ഒരു വൈറ്റ് പേപ്പറിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫയൽ സൈസ് JPG ഓർ JPG, ഡയമെൻഷൻ 800 x 400 പിക്സൽസ് ഇൻ 200 dpi. പിന്നെ ഫയൽ സൈസ് വരുന്നത് 50 KB to 100 KB. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഡിക്ലറേഷൻ ഒരിക്കലും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതരുത്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, അടുത്തുള്ള ഒരു കഫേ പോവുക, എന്നിട്ട് ഇത്രയും സംഭവങ്ങൾ ഒരു ഫയലിലാകുക, എന്നിട്ട് അത് നിങ്ങളുടെ ഇമെയിൽ അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിലോട്ട് ഇത് അയക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഇനി ഭാവിയിൽ എന്തെങ്കിലും ഒരു എക്സാം, അതായത് SBIയുടെ തന്നെ എക്സാം അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഏത് എക്സാം അപ്ലൈ ചെയ്യാൻ നേരത്ത് ഇത് തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് കാര്യം കഴിയും. അപ്പോൾ കൊറോണ കാലം കഴിഞ്ഞെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി തുടരെ ഇനി എക്സാം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ജോലിയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ മാക്സിമം നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ കഴിയാവുന്ന അത്ര മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.